കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പല ചാനലുകളിൽ ഞാൻ കണ്ടു, 5-6 ചാനലുകളിൽ എല്ലാവരും UDF മേൽക്കൈ എന്ന് പറയുന്നു. അതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് UDF മേൽക്കൈ ഉണ്ടാകാറുണ്ട്. കാരണം LDF അഖിലേന്ത്യാ തലത്തിൽ അപ്രസക്തമാണ്. അവർക്ക് പ്രത്യേകിച്ച് സീറ്റില്ല. ഇപ്പൊ കേരളം വിട്ടാൽ പിന്നെ തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ സീറ്റ് കിട്ടിയാലായി എന്നല്ലാതെ ബംഗാളിൽ പോലും ഒരു സീറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ UDF ഒരു മേൽക്കൈ ഉണ്ടാവും. പ്രത്യേകിച്ചും മോഡിക്കെതിരായ വികാരം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിലുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ലത് കോൺഗ്രസ് തന്നെയാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ കണക്കാക്കിയെങ്കിൽ അവരതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ഫലങ്ങളിൽ UDF മേൽക്കൈ ഉണ്ട് എന്നതിൽ ഒരു അത്ഭുതവുമില്ല. മാത്രവുമല്ല, UDF ആണ് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. LDF ഒരു ചർച്ചയിലും കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റത്തെക്കുറിച്ച് LDF പറഞ്ഞിട്ടേ ഇല്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം തുടങ്ങിയ അബദ്ധങ്ങൾ ഇവിടെ പറഞ്ഞു. കാരണം അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടാകണമെങ്കിൽ അത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനൊക്കെ ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായി ഇവിടെ നടത്തിയ പരാമർശം അതൊന്നും എനിക്ക് തോന്നുന്നു അതൊക്കെ LDF വിരുദ്ധമായി വന്നിട്ടുണ്ടാവാം. എങ്കിൽ പോലും LDF 0 സീറ്റ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു 3-4 മണ്ഡലങ്ങളിൽ 4-5 വരെ മണ്ഡലങ്ങളിൽ അതിശക്തമായ LDF UDF പോരാട്ടം കേരളത്തിൽ നടന്നിട്ടുണ്ട്. മാർജിനൽ ആവാം, രണ്ടുപേരും ജയിക്കാവുന്ന. ഇപ്പൊ ഒരു 10,000 വോട്ടിന്റെ മേൽക്കൈയുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതൊന്നും ഒരു സർവേയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. 10 ലക്ഷം വോട്ടിൽ 10,000 വോട്ട് അല്ലെങ്കിൽ 9 ലക്ഷം വോട്ട് പോൾ ചെയ്തതിൽ 10,000 വോട്ട് ഒരാൾക്ക് മേൽക്കൈ തോന്നുന്നു നിങ്ങൾക്ക് ഏത് സർവേ നടത്തിയാലും കണ്ടെത്താൻ പറ്റില്ല. അത് വോട്ട് എണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം എനിക്ക് തോന്നുന്നത് 15-16 സീറ്റ് വരെ UDF ഒരു 3-4 സീറ്റ് LDF. ഇപ്പോൾ NDA സീറ്റുണ്ട് എന്നിവർ പറയുന്നു. ഇനി വാദത്തിന് വേണ്ടി LDF സീറ്റ് 0-1 ഒക്കെ ആവുകയാണെങ്കിൽ അത് 2 തരത്തിലുള്ള മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒന്ന്, ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരായി ശക്തമായ വികാരമുണ്ട്. കഴിഞ്ഞ തവണ ശബരിമല ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നും ഇല്ല എന്നാണ് LDF പറഞ്ഞത്. പക്ഷേ LDF അവരുടെ ഭരണത്തിനെതിരായി ശക്തമായ വികാരമുണ്ട് എന്നതിൽ ഒരു തർക്കവും നമ്മൾ പറയേണ്ടതില്ല. അതാണ് ഫലമെങ്കിൽ. അല്ലെങ്കിൽ LDF മേൽക്കൈ കിട്ടണം. കഴിഞ്ഞ തവണ 1 കിട്ടിയത്, ഇത്തവണ 2 കിട്ടിയാൽ ഞങ്ങൾക്ക് 100% വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഭരിക്കുന്ന ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാദത്തിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ ഒരു അഡ്വാൻറ്റേജ് ഒന്നുമില്ലല്ലോ UDF. ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഇവിടെ ഇല്ലല്ലോ. മറ്റൊന്ന്, അതാണ് ഏറ്റവും അപകടകരമായി എനിക്ക് തോന്നുന്നത്. LDF 0 ഇവിടെ പലരും മുമ്പ് സൂചിപ്പിച്ചതുപോലെ LDF BJPക്ക് വോട്ട് മറച്ചിട്ടുണ്ടോ? അതും BJP NDA അക്കൗണ്ട് തുറക്കുക കൂടിയാണെങ്കിൽ, NDA അക്കൗണ്ട് തുറക്കുകയും LDF വളരെ പുറകിലേക്ക് പോവുകയും ചെയ്തുവെങ്കിൽ അതിൽ വളരെ വലിയൊരു രാഷ്ട്രീയ സന്ദേശം കേരളത്തിലുണ്ട്. ജനങ്ങളെ CPM വല്ലാതെ വഞ്ചിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നും. കാരണം അവരുടെ പാർട്ടി അണികൾക്ക് തോന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്താൽ കേന്ദ്രം സോഫ്റ്റ് ആവും എന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു. നമുക്കറിയില്ല, ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യം അറിയില്ല. LDF വല്ലാതെ പുറകോട്ട് പോവുകയും 0 ഒക്കെ ആയി പോവുകയും NDA ഇവിടെ സീറ്റ് നേടുകയും ചെയ്താൽ അത് കേരളത്തിന് അപമാനമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷം ഞാൻ പറയുന്നത് LDF മാത്രമല്ല, കേരളത്തിലെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ മനസ്സിന് അപമാനകരമാണ് അത്. അങ്ങനെ NDAയുടെ വിജയത്തിൽ ഏതെങ്കിലും തരത്തിൽ LDF പങ്കുണ്ട് എന്ന് കൂടി വന്നാൽ അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, NDA ജയിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ UDF മേൽക്കൈയുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. അതിൽ എനിക്ക് ഈ സർവേ വലിയ അത്ഭുതം കാണിക്കുന്നില്ല.